നല്ല പേടിയുണ്ട്. കണ്ട ഫേസ് ബ്ലാക്ക്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. എൻ്റെ ഈ നല്ല മനോഹരമായിട്ടിരിക്കുന്ന മുഖത്ത് ഇവിടെ മാത്രം എന്തെന്നറിയില്ല ഒരു അൺഈവൻ സ്കിൻ ടോൺ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു ടാൻ ആവുന്നതായിരിക്കും, പിന്നെ ഈ മൂക്കിൽ മാത്രം ടാൻ ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേറെ എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നി ഇത് ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ മാത്രം ഒരു പ്രത്യേകതരം ഒരു കളർ ചേഞ്ച് ഉള്ളത്, ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാർക്കോളിൻ്റെ മാസ്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ബ്ലാക്ക് പീൽ ഓഫ് മാസ്ക് ആണ്. ആൻറ്റി പൊല്യൂഷൻ, ആക്റ്റീവ് കൂളിംഗ് എഫക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ മാസ്ക് ആണ് ഇത് മെൻസിന് മാത്രം ഇടുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവിടെ മെന്നിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇട്ട എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് മൂക്കിൽ മാത്രം, വേറെ ഒന്നും അല്ല, മൂക്കിൽ മാത്രം. കാരണം എൻ്റെ ഫേസിൽ അത്യാവശ്യം കുരുക്കളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ട് ഇനി ആ കുരുക്കൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഒക്കെ സംഭവിച്ചാൽ വെറുതെ നമുക്ക് അത്രയും ആഴത്തിലോട്ട് പോകണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് മൂക്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. സത്യം പറയാലോ, ഇതിൻ്റെ അടപ്പ് ഊരിയപ്പോൾ തന്നെ ഭയങ്കര രീതിക്ക് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടാറൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു. ഭയങ്കരമായിട്ടുള്ള സ്മെല്ലായിരുന്നു. നമ്മൾ നോർമലി പാക്കറ്റിൽ വാങ്ങുന്ന ആ ഒരു ചാർക്കോളിന് വരുന്ന സ്മെല്ലേ ആയിരുന്നില്ല. ഇത് ഒരു പ്രത്യേകതരം സ്മെല്ലായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെയും ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എടുത്തപ്പോൾ തന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും ഇനിയിപ്പോൾ സ്കിന്നെങ്ങാനും പൊള്ളിപ്പോകുമെന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെയും എന്തായിരിക്കും ഇത് വർക്കാവുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇട്ടത്. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തിക്ക് ക്ലിയർ ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ രീതിക്ക് റിസൾട്ടും കിട്ടില്ല. നമുക്കിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ആ ഒരു എളുപ്പത്തിൽ ഇളക്കി എടുക്കാനും പറ്റില്ല. കുറച്ചുകൂടെ തിക്കായിട്ട് വേണം ഇടാനായിട്ട്, എങ്കിലും നമുക്ക് അത് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റോടൊക്കെ കൂടിയാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ആ ഒരു പാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഫേസിൽ വെച്ചാൽ മതി എന്നാണ്. ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറുള്ളത് എൻ്റെ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാച്ചസ് ഒന്നും ചെയ്യാതാണ് ഡയറക്റ്റായിട്ട് എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ നിങ്ങളുടെ കഴുത്തിലോ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അലർജി എന്തെങ്കിലും വരുമോ എന്നുള്ളത്. എന്നിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു, എന്നിട്ടാണ് ഞാൻ കാര്യം ഓർത്തത്. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയധികം ബ്ലാക്ക് ഹെഡ്സ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇതിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. എൻ്റെ മൂക്കിൽ ചെറിയ രീതിക്ക് ആ ഒരു കറുത്ത പാടൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.